ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 8. ശലോമോൻ കർത്താവിൻ്റെ ആലയവും തന്നെ അരമനയും 20 സംവത്സരം കൊണ്ട് പണിതീർത്ത ശേഷം ഹീരാം ശലോമോനോട് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ പണിതുറപ്പിച്ചു. അവിടെ ഇസ്രായേലരെ പാർപ്പിച്ചു. അനന്തരം ശലോമോൻ അന്ത്യോക്യയിലേക്ക് പോയി അതിനെ ജയിച്ചു. അവൻ മരുഭൂമിയിൽ തദ്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭരണ നഗരങ്ങളുമെല്ലാം ശക്തമാക്കി. അവൻ മേലുള്ള ബേത് ഹോരോനും താഴെയുള്ള ബേത് ഹോരോനും കോട്ടകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ സുശക്ത പട്ടണങ്ങളായും ബാലാത്തും ശലോമോനുണ്ടായിരുന്ന സകല സംഭരണ നഗരങ്ങളും സകല രഥ നഗരങ്ങളും കുതിരപ്പടയ്ക്കുള്ള പട്ടണങ്ങളും യെരൂശലേമിലും ലെബാനോനിലും തൻ്റെ രാജ്യത്തെല്ലായിടത്തും പണിയുവാൻ ശലോമോൻ ആഗ്രഹിച്ചതെല്ലാം പണിതു. ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ മുതലായി ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ശേഷിച്ച സകല ജനത്തെയും ഇസ്രായേലിയർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്നുവരെയും അടിമവേലക്കാരാക്കി. ഇസ്രായേലിൽ നിന്നു ശലോമോൻ ആരെയും തൻ്റെ ദാസന്മാരാക്കിയില്ല. അവർ യോദ്ധാക്കളും അവൻ്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരപ്പടയ്ക്കും അധിപന്മാരുമായിരുന്നു. ശലോമോൻ രാജാവിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിൻ്റെ മേൽ ഭരണക്കാരുമായ ഇവർ 250 പേർ ആയിരുന്നു. ശലോമോൻ ഫറവോൻ്റെ മകളെ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ അരമനയിൽ എൻ്റെ ഭാര്യ പാർക്കരുത്. ദൈവത്തിൻ്റെ പെട്ടകം അവിടെ വന്നിരിക്കയാൽ അത് വിശുദ്ധമത്രേ എന്നവൻ പറഞ്ഞു. ശലോമോൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത കർത്താവിൻ്റെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടതുപോലെ മോശയുടെ കൽപ്പനപ്രകാരം ശാബത്തുകളിലും ഉപവാസകാലത്തും പെരുന്നാളുകളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുകളിൽ വാരോത്സവത്തിൽ കൂടാരങ്ങളുടെ പെരുന്നാളുകളിൽ ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും കർത്താവിന് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. അവൻ ദാവീദിൻ്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടതുപോലെ സ്തോത്രം പാടുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിക്കുവാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽക്കാവൽക്കാരെ അവരുടെ കൂറുകൾക്കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരെയും ലേവ്യരെയും സംബന്ധിച്ചുമുള്ള രാജകൽപ്പന ലംഘിച്ചില്ല. ദൈവാലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോൻ്റെ പ്രവൃത്തി എല്ലാം സാധ്യമായി. അങ്ങനെ ദൈവാലയം പണിതു തീർന്നു. ആ കാലത്ത് ശലോമോൻ ഏദോം ദേശത്ത് കടൽക്കരയിലുള്ള യസ്യോൻ ഗേബേരിലേക്കും ഏലോത്തിലേക്കും പോയി. ഹീരാം ദാസന്മാർ മുഖാന്തരം കപ്പലുകളും സമുദ്രപരിചയമുള്ള ആളുകളെയും അവൻ്റെ അടുക്കലയച്ചു. അവർ ശലോമോൻ്റെ ദാസന്മാരോടുകൂടി ഓഫീരിലേക്ക് ചെന്ന് 450 താലന്ത് സ്വർണം വാങ്ങി ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.